നിസ്കരിക്കാൻ തുടങ്ങിയാലാണ് നമുക്ക് ഓരോ ചിന്ത വരിക. കച്ചവടത്തിന്റെ കണക്കിന്റെ കാര്യവും ഇതൊക്കെ ഓർമ്മയാകുക തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷമാണ്. ഇന്നത്തെ ളുഹറും അസറും ശരിക്കും അതിന്റെ ഒരു മാധുര്യം നുകർന്ന് തന്നെ നിസ്കരിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു നിസ്കാരത്തിന്റെ മാധുര്യത്തോടു കൂടി നിസ്കരിക്കണം എന്നുള്ളത്. പാതിരാവിന്റെ ഇരുളിൽ തണിയേ പതിവായി തേടുന്ന പാപി ഞാനേ. ഈ ക്ലാസ്സിന് ഞാൻ നേരത്തെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എന്റെ ഹജ്ജ് കർമ്മം കുറച്ചുകൂടി സൂക്ഷ്മമായും അല്ലെങ്കിൽ റബ്ബ് എന്തായാലും സ്വീകരിക്കുമെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഒരുപാട് വർഷമായി ഞാൻ ഇതിനെ അന്വേഷിച്ച് നടക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 6 ഉംറ ചെയ്ത ആളാണ്. ഓരോ ഉംറയിലും എൻ്റെ പ്രധാനമായ നിയ്യത്ത് തന്നെ നന്നായി നിസ്കരിക്കണം, നിസ്കാരത്തിന്റെ മാധുര്യം അറിഞ്ഞുകൊണ്ട് തന്നെ നിസ്കരിക്കണം എന്ന നിയ്യത്താണ്. മരണം, ശരിക്കൊരു മരണം തന്നെ ഞാൻ ആസ്വദിച്ച്. ശരിക്കും എങ്ങനെ ജീവിതത്തിലൊരു മരണം, വീടിന്റെ ഡൈനിങ് ഹാളിൽ ഒരു മയ്യത്തിന് ഇങ്ങനെ കിടത്തി എല്ലാവരും ചുറ്റും ഇരുന്ന് നമ്മളെ ഉപ്പയും ഉമ്മയും തളർന്ന് വീണ്, അതുപോലെ തന്നെ നമ്മളെ കുളിപ്പിക്കാനെടുക്കുമ്പോൾ ആ മക്കളെ മുഖത്തുള്ള പൊട്ടിക്കരച്ചിൽ, കബറിന്റെ കല്ലെല്ലാം വെച്ച് പോകുന്ന ആ സീൻ ഇങ്ങനെ മനസ്സിൽ വന്ന് അങ്ങനെ ഒറ്റപ്പെട്ട ഇരുട്ടുള്ള ആ ഒരു കബർ മറക്കാൻ പറ്റുന്നില്ല. അതിനുശേഷമുള്ള തിരിച്ചുള്ള എനിക്കത് പറയാൻ പറ്റുന്നില്ല, അത്രയൊരു ഫീലായിരുന്നു. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ഒരു സെഷനാണ്. നമുക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും ബിഫോർ എങ്ങനെയായിരുന്നു നമ്മുടെ നിസ്കാരവും ജീവിതവും, ആഫ്റ്റർ എങ്ങനെയായിരുന്നു എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനാണ്.